ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് വിളിക്കണമെന്ന സർക്കുലറിനെ പരിഹസിച്ചിരിക്കുകയാണ് എഴുത്തുകാരൻ ടി പത്മനാഭൻ. മന്ത്രിയെ ബഹു ചേർത്ത് വിളിച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും, പോലീസ് പിടിച്ചാൽ മർദ്ദിക്കും. അതുകൊണ്ട് ബഹുമാനമില്ലെങ്കിലും മുഖ്യമന്ത്രിയെ ബഹു ചേർത്ത് വിളിക്കുന്നുവെന്നും ടി പത്മനാഭൻ പരിഹസിക്കുകയാണ്. ഏത് മന്ത്രിയെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് 97ന്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത്. നിസ്സാര കാര്യമല്ല. ജയിലിൽ പോയാൽ പോകുന്നതിന് മുമ്പായി പിടിച്ചിട്ട് തന്നെ പോലീസുകാരൻ ശരിപ്പെടുത്തും. ഒരൊറ്റടിക്ക് മരിച്ചു പോകും. അതിനൊന്നും ഇടവരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയാം. സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല. സത്യം പറയണമെന്നാണല്ലോ ഗുരുനാഥന്മാരെല്ലാം പറഞ്ഞിരിക്കും. നിഖിൽ അളവൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിലെ, മെസ്സേജ് ക്ലിയർ ആണ്. തീർച്ചയായും ചെയ്തു. ഏതായാലും വലിയ രീതിയിലുള്ള പരിഹാസം തന്നെയാണ് സർക്കാരിന്റെ വിവിധ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അവയ്ക്കെതിരെ എഴുത്തുകാരൻ ടി പത്മനാഭൻ നടത്തുന്നത് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ കാര്യം ഈ സർക്കുലറാണ്. മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവരെ ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് അഭിസംബോധന ചെയ്യണം എന്ന സർക്കുലറിനെയാണ് പരിഹസിക്കുന്നത്. ബഹുമാനമില്ലെങ്കിൽ പോലും പേടികൊണ്ട് അത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരി വിരുദ്ധ റാലി ഇന്ന് കണ്ണൂരിൽ നടന്നിരുന്നു. അതിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് ടി പത്മനാഭൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. എലപ്പുള്ളിയിലെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഒരു കാരണവശാലും നടപ്പാക്കരുത്. മറ്റേ കുടിക്കുള്ള വെള്ളം കിട്ടുമെങ്കിലും മനുഷ്യർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടില്ല. അതുകൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുന്നു എന്നതായിരുന്നു ടി പത്മനാഭൻ പറയുന്നത്. അതിന് മുന്നോടിയായാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അതിൽ ആദ്യത്തെ കാര്യം ഈ ബഹു സർക്കുലർ ആണെങ്കിൽ, രണ്ടാമത്തേത് പോലീസ് മർദ്ദനങ്ങൾ, അടിക്കടി വരുന്ന പോലീസ് മർദ്ദന പരാതികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനവും പരിഹാസരൂപേണ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഈ സർക്കുലറിൽ പറയുന്നത് പ്രകാരം ബഹുമാനപ്പെട്ട ചേർത്ത് മന്ത്രിയെ അഭിസംബോധന ചെയ്തില്ല എങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ജയിലിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാൽ ശരിയാക്കി കളയുമെന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അതുകൊണ്ട് ഈ 97ാമത്തെ വയസ്സിൽ അതിനൊന്നും നിൽക്കുന്നില്ല. തനിക്ക് സത്യം പറഞ്ഞാൽ ബഹുമാനമില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ മന്ത്രിയെ ബഹു എന്ന് ചേർത്ത് തന്നെ താൻ അഭിസംബോധന ചെയ്യുന്നു എന്നതാണ് ടി പത്മനാഭന്റെ പരിഹാസം. ഓക്കെ നിഖിൽ, ശരി. അപ്പോൾ എഴുത്തുകാരൻ ടി പത്മനാഭന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്.